മോർണിംഗ്. നമ്മളപ്പോൾ ഇന്നലെ ഹൾസ്റ്ററ്റിലാണ് നിന്നത്. അപ്പോൾ നമ്മൾ താമസിച്ച സ്റ്റേ ഈ കാണുകയാണ്. നൈസ് സ്റ്റേ ആയിരുന്നു. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാഷിംഗ് ഒക്കെ ചെയ്യാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കോമൺ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ പൊരിച്ച് കഴിച്ചു, പിന്നെ കുറച്ച് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിച്ചു. ഇപ്പോൾ ഏകദേശം സമയം 11 മണി. നമ്മുടെ ചെക്കൗട്ട് 11 മണിക്കായിരുന്നു. ഇന്നലെ നമ്മൾ അത്രയും നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അന്ന് പോത്തുപോലെ കിടന്നുറങ്ങി. നല്ല ടയേർഡായിരുന്നു. രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ രാവിലെ എണീക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്കൊന്നും തല പൊക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പുറത്തിറങ്ങി എൻ്റെ അലർജി സ്പൈക്ക് ചെയ്തതിൻ്റെ ആയിട്ട് ഞാനൊരു സിട്രസിൻ കഴിച്ചിട്ട്, കാരണം അതിൻ്റെ ആണെന്ന് അറിയില്ല, രാവിലെ എണീക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലെ എണീറ്റു. ഇനിയിപ്പോൾ 11 മണിയായി. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ പോണത് സ്ലൊവേനിയയ്ക്ക് പോണേ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ ഡ്രൈവാണ് ഉള്ളത്. പക്ഷെ ആ പോകുന്ന റൂട്ട് കാണാൻ അടിപൊളിയാണെന്നാണ് കേൾക്കണേ. അപ്പോൾ നമ്മൾ ആ വഴി പോയി കഴിയുമ്പോൾ വീഡിയോ ഒക്കെ ഈ വീഡിയോൻ്റെ അകത്ത് ഇതൊക്കെ ഷോർട്സ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ആ ട്രാവലിൻ്റെ ഷോർട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പെട്ടിയിൽ എന്തായാലും പാക്ക് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടു, കാരണം ചൂടായോണ്ട്. നമ്മുടെ ബേബി അതിൻ്റെ അകത്തുണ്ട്. അവരുടെ തലയിലൊരു സാധനമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു, പക്ഷെ അതൊക്കെ ആൾ വലിച്ചു പറിച്ച് കളഞ്ഞു. ഫുൾ പവർ ഓണിലാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് പാലും കൂടെ കൊടുത്തുമ്പോൾ കിടന്ന് ഉറങ്ങുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ജോബി ഇപ്പോൾ അവിടെ വണ്ടി കയറി, ജസ്റ്റ് ഇപ്പോൾ വണ്ടി കയറിയുള്ളൂ. ഞാൻ വണ്ടി കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് ടു സ്ലൊവേനിയ. ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഞാനിപ്പോൾ തൽക്കാലം ബാക്കിലായിരിക്കണേ, കാരണം അവൾക്ക് പാല് കൊടുക്കണം. പാല് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫ്രണ്ടോട്ട് പോകും. അവൾ ജസ്റ്റ് ഒന്ന് ഉറക്കം പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആളിപ്പോൾ വണ്ടി കയറി എൻ്റെ കൗതുകത്തിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു. ടു സ്ലൊവേനിയ. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഏകദേശം നമ്മുടെ നാട്ടിൽ ഹൈ റേഞ്ചുകളുടെ വണ്ടി ഓടിക്കുന്ന ആ ഒരു സെയിം ഫീലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈ റേഞ്ച് ബോയ് ഈസ് റിയലി ഹാപ്പി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോബിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാനായിട്ട്. എസ്പെഷ്യലി ഇങ്ങനത്തെ മലയും കുന്നുള്ള വഴികൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജോബി ഹൈ റേഞ്ചിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ മലയും കുന്നും ഹെയർ പിന്നൊക്കെ ഉള്ള റോട്ടിലൂടെ വണ്ടി ഓടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ജോബിക്ക് ഭയങ്കര ഹോംലി ഫീലാണ്. ജോബി വളരെ ചെറുപ്പം തൊട്ട് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ റോഡുകളുടെ ഹെയർ പിന്നും ഇറക്കവും കയറ്റമൊക്കെ ഉള്ള റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ജോബി എപ്പോഴും പറയും ജോബിയുടെ എക്സ്പെർട്ടൈസ് നന്നായിട്ട് പുറത്തെടുക്കാൻ പറ്റാറുണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ റോട്ടിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഞാനങ്ങ് ഓടിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. ഞാൻ അത്ര കോൺഷ്യസ് ആയിട്ട് ഒരു ടാലന്റ് പുറത്തെടുക്കുന്ന രീതിയിലൊന്നും എനിക്ക് ഈ റോഡിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റുമൊന്നുമില്ല. ഞാൻ സാധാരണ എല്ലായിടത്തും ഓടിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് അങ്ങ് ഓടിച്ചു പോകും, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ രാത്രി ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ പോകുന്ന റൂട്ട് ഫുള്ള് ആൽപ്സും പിന്നെ നല്ല ലേക്സും നല്ല ഗ്രീനറിയും നല്ല വാലീസും വില്ലേജസും ഒക്കെ ഉള്ള അടിപൊളി റൂട്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംമാതിരി ബൈക്ക് റൈഡേഴ്സിനെയും അതുപോലെ തന്നെ റോട്ടർ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഈ റൂട്ട് പോയപ്പോൾ ഞങ്ങൾ അല്ലാണ്ട് കണ്ടത് സൈക്ലിസ്റ്റിനെയാണ്. അവിടെ എന്തോ ഒരു സൈക്കിൾ മാരത്തൺ നടക്കണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം സെയിം ജേഴ്സി ഇട്ട കുറേ ആൾക്കാർ ഇങ്ങനെ സൈക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറച്ച് ദൂരമൊന്നുമല്ല, കുറേ കിലോമീറ്ററുകൾ ഞങ്ങൾ കണ്ടു. അതായത് ഞങ്ങൾ ഏറ്റവും ബാക്കിലുള്ള സൈക്ലിസ്റ്റിനെ തൊട്ട് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരെ വരെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ കുറേ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഭയങ്കര വലിയൊരു സൈക്ലിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു അതെന്നാണ് ഞങ്ങൾക്ക് തോന്നണേ. ഈ റൂട്ട് നിങ്ങൾ വരുവാണെങ്കിൽ അത് ഭയങ്കര വേർത്ത് ഇറ്റ് ആയിരിക്കും. കാരണം എല്ലാം കൊണ്ടും, അതായത് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ സീനറിയും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും വളരെ വേർത്ത് ഇറ്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണിത്. ഹലോ, നമ്മളിപ്പോൾ ഓസ്ട്രിയ തന്നെയാണ്. നമ്മളവിടെ നിന്ന് തിരിച്ചിട്ട് നമുക്കിപ്പോൾ ഇനി സ്ലൊവേനിയയിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് ഇനി ഒരു 30 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതിനു മുമ്പ് നമ്മളൊരു ചെറിയ സ്റ്റോപ്പ് എടുത്തു. കാരണം ഒരു കോഫി ബ്രേക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. അവൾക്കാണെങ്കിലും കൊച്ചിനാണെങ്കിലും വണ്ടിയിൽ കുറേ നേരം ഇട്ടിരിക്കണു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കുറച്ച് ടയർഡായി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു എന്താ പറയണേ, കുറച്ച് ശ്വാസമൊക്കെ വലിച്ച് പോവാം എന്ന് വിചാരിച്ച് നമ്മളൊരു ഹോൾട്ട് എടുത്താണ്. നമ്മൾ ഈ വന്ന വഴി മൊത്തം ഫുള്ള് മലയും വാലീസും ഹെയർ പിന്നും അതൊക്കെയായിരുന്നു. അപ്പോൾ ആ പ്രഷർ ഡിഫറൻസിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് നല്ല തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ആയിട്ട് അലർജിയുടെ ഒരു മരുന്ന് സിട്രസിൻ എടുത്തിട്ട് എനിക്ക് ഉറങ്ങിയിട്ട് മതിയാവുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു സംഭവം ഉണ്ട്. പിന്നെ പ്ലസ് ഈ പ്രഷർ ഡിഫറൻസിൻ്റെ ഒരു ഇതും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും തല ഇങ്ങനെ കിറങ്ങിയിരിക്കണം. പിന്നെ വണ്ടിയിൽ വെച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ അവൾ സമ്മതിച്ചില്ല. ഞാനൊന്ന് പതുക്കെ ഉറങ്ങുമ്പോഴത്തേക്കും അവൾ എന്തെങ്കിലും ഒച്ച എടുക്കുക അല്ലെങ്കിൽ പാല് വേണം അങ്ങനെ എന്തെങ്കിലും സീനായിരുന്നു. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഒരു ഹോൾട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒരു കോഫി എങ്ങാനും കുടിച്ചിട്ട്
അപ്പോൾ അതൊക്കെ നമ്മൾ നേരെ പോകും. നമ്മളിനി പോകാൻ പോകണം സ്ലൊവേനിയയിൽ നേരെ ലേക്ക് ബ്ലഡിലേക്കാണ്. ലേക്ക് ബ്ലഡ് എന്ന് പറഞ്ഞൊരു തടാകത്തിൻ്റെ അവിടെ. അപ്പോൾ അതിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് പോകണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറ്റേതിൻ്റെ പേരുണ്ടായിരുന്നു ലിബ്ലിജാന അല്ല, മറ്റേത് എന്ത് ഗോർജായിരുന്നു, മറന്നേ. ആ ഗോർജിലേക്ക് നമ്മൾ പോകും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വീഡിയോയിൽ. എന്നിട്ട് പിന്നെ നമ്മൾ ലിബ്ലിജാന മറ്റേ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് അത് കഴിഞ്ഞ് പോകും. അതിന് പിന്നെ നമ്മൾ സ്റ്റേയിലേക്ക് പോകും. നോക്കാം അപ്പം എങ്ങനെയാണെന്ന്. തുപ്പിയൊക്കെ വെച്ചിരിക്കണമൊക്കെ ഒരാൾ. കാര്യം കാപ്പി കുടിക്കാൻ വേണ്ടി നേരത്തെ ബോർഡറിൻ്റെ തൊട്ട് മുമ്പിലാണെങ്കിലും എന്ത് ചെയ്ത ബോർഡർ എത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പം കാണിച്ച ആ ക്യാസിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സ്ലൊവേനിയയിലേക്ക് എൻ്റർ ആവുകയാണെന്ന്. പക്ഷേ ഈ ട്രാവൽ ചെയ്യുന്നത് ഫുള്ള് നമ്മൾ ഓസ്ട്രേലിയയുടെ തന്നെയാണ്. കാരണം എനിക്ക് ഈ ബോർഡറിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഫോണൊക്കെ എടുത്ത് റെഡി ആയിട്ട് ആ ബോർഡർ ചെക്ക് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബോർഡർ ചെക്കാണെന്ന്. അവിടെ ഒരു പോലീസ് വണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ ബോർഡർ ചെക്കിൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും അവിടെ കണ്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു തിരിച്ച് ഓസ്ട്രേലിയക്ക് തിരിച്ചു വരുന്ന ആൾക്കാർക്ക്, സ്ലൊവേനിയയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാർക്ക് മേ ബി അവിടെ ചെക്കിങ് കിട്ടുമായിരിക്കും. അവിടെ ഒരു പോലീസ് വണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ കാണുന്നത് ഒരു ടോൾ ബൂത്താണ്. ഇത് രണ്ടും കൂടി എന്തോ അറ്റാച്ച്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ വഴി പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു വലിയ ടണലിലേക്ക് കയറുന്നുണ്ട്. ഇതാണ് ആ ടണൽ. ഈ ടണലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ബോർഡർ ക്രോസിങ് നടന്നത്. ഇങ്ങനെ മാപ്പിൽ കാണും. അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന കൺട്രിയുടെ ഹൈവേയിലെയും അതുപോലെ തന്നെ നോർമൽ റോഡുകളിലേക്കുള്ള സ്പീഡ് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് എൻ്റർ ആയെന്നുള്ളത്. ഈ ഡേറ്റ നമുക്ക് മാപ്പിൽ മാത്രമല്ല, നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കൺട്രിയുടെ റൈറ്റ് സൈഡിൽ ഒരു ബോർഡിലായിട്ടും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 100% ഉറപ്പിക്കാം നമ്മൾ കൺട്രി ക്രോസ് ചെയ്തു എന്നുള്ളത്. ഇതാണ് ബ്ലഡ് ക്യാസിൽ. ഇത് ഒരു മലയുടെ തുഞ്ചത്തായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ മലയുടെ മണ്ടയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ക്യാസിൽ കയറാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കയറണമെന്നൊന്ന് ഡൗട്ട് അടിച്ചായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ ക്യാസിലൊന്നും കാണാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഇത് കയറി കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര വലിയ നഷ്ടമായി പോയനെ. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇത് തുഞ്ചത്ത് തന്നെ ആയതുകൊണ്ട്, മലയുടെ തുഞ്ചത്ത് തന്നെ ആയതുകൊണ്ട് താഴെയുള്ള വില്ലേജസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഈ മലയുടെ ഏറ്റവും അടിയിലായിട്ടും വണ്ടി പാർക്കിങ്ങിന് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഈ കാസിലിൻ്റെ നേരെ താഴെയായിട്ടും വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണെങ്കിലും കുറച്ച് കുത്തനെയുള്ള കയറ്റം കയറിയിട്ട് വേണം നമ്മൾ ഈ കാസിലിൻ്റെ അകത്ത് കയറാനായിട്ട്. ഇതാണ് സ്ലൊവേനിയയുടെ ഫ്ലാഗ്, കാസിലുള്ളതാണ്. നമ്മളിപ്പോൾ അവിടെ മറ്റേ സ്ലൊവേനിയയിൽ ലേക്ക് ബ്ലഡിൻ്റെ അവിടെ വന്നേക്കുന്നത്. അപ്പം ഇത് ബ്ലഡ് ക്യാസിലാണ്. ഇതിൻ്റെ നേരെ താഴെയാണ് ലേക്ക് ബ്ലഡ് തന്നെ. അവിടെയാണ് അതിൻ്റെ പിക്ചർ നമ്മൾ മിക്കവരും തന്നെ ഈ പോസ്റ്റ് കാർഡ്സിലും അതുപോലെ തന്നെ ഈ വാൾപേപ്പറിൻ്റെ ഒക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. കാരണം ഭയങ്കര ഫേമസ് ആണ്. സ്ലൊവേനിയയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ടും കൂടിയാണത്. അപ്പോൾ കാണിച്ചാട്ടി വെള്ളം ഇവിടുന്ന് വ്യൂ നൈസാണ്. ഈ കാസിലിൻ്റെ അകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ ഈ വ്യൂ നമുക്ക് മിസ്സായേനെ. ഈ വ്യൂ എന്ന് പറയുന്നത് സ്ലൊവേനിയയുടെ തന്നെ ട്രേഡ് മാർക്കായിട്ടുള്ളൊരു വ്യൂ ആണ്. അടിപൊളിയാണ്. അതാണ് അതിൻ്റെ വ്യൂ. അടുത്തൊരു പള്ളിയുണ്ട്, അടിപൊളിയാണ്. ആ ലേക്കിനാണെങ്കിൽ നല്ല പച്ച കളറാണ്. പിന്നെ അങ്ങോട്ടേക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബോട്ടിംഗ് എടുക്കുന്നില്ല. പക്ഷെ അടിപൊളി വ്യൂ ആണ്, രക്ഷയില്ല. ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു മലയുടെ മേളിലായതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ഇവിടെ ഒരു വിന്യാർഡൊക്കെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് വൈൻസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ അവിടെ നിന്ന് വൈനൊക്കെ ടേസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കിനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്ന് പിന്നെ വൈനൊന്നും കഴിച്ചില്ല. പക്ഷേ ഇവിടെ നിന്ന് ഈ വ്യൂ കാണാനായിട്ട് ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നൈസാണ്. ഇവിടെ ആക്ച്വലി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ഞങ്ങൾ കയറി നമുക്ക് ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ മേളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നല്ല കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പീസ്ഫുള്ളാണ്. ഭയങ്കര ഒരുപാട് മേളമൊന്നുമില്ല. ഭയങ്കര നല്ല ഹൈറ്റിലാണല്ലോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മലയിൽ എന്തോ അഡ്വഞ്ചർ സ്പോർട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല. ഇറങ്ങി വന്നത് നല്ല ഭംഗിയുണ്ട്. ബോട്ടുകൾ താഴെ ലേക്കിൽ പോകുന്നു. കുറേ ആൾക്കാർ കയാക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. നൈസായിട്ടുണ്ട്, നല്ലൊരു സ്ഥലമാണ്.
കാറ്റുള്ളതുകൊണ്ട് ഇവള് പോക്കി, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ചൂട് തീരെ പറ്റുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ സ്ലൊവേനിയയുടെ സോവനിയേഴ്സ് ഒക്കെ മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിനി വിൻഗാർ ഗോർജിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലേക്ക് ബ്ലഡിൻ്റെ കാസിൽ ബ്ലഡ് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണേ വിൻഗാർ ഗോർജിലേക്ക് വന്നേക്കണേ. അപ്പോൾ ഇങ്ങനെ മലയിടുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടവും അതുപോലെ നല്ല ക്ലിയർ വാട്ടറൊക്കെ ആയിട്ടുള്ള ഒരു ഗോർജ് സെറ്റപ്പാണ് അത്. അപ്പോൾ നമുക്കിതിന് പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് കാറിനോണ്ട് തന്നെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഷട്ടിൽ ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മൊത്തത്തിൽ ഒരാൾക്ക് 15 euros. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകണേ. ഓൺ ദ വേ കൊച്ച് ഓൾറെഡി കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് ഇവിടെ മറ്റേ ക്യാരി ബാഗിലിട്ടിട്ടാണ് നമ്മളിത് കാണാൻ വേണ്ടി പോണേ. അടിപൊളി സ്ഥലം, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വിൻഗാർ ഗോർജിലേക്ക് പോവാണ്. ഹെൽമെറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. എന്ത് ഭൂകമ്പാണെന്നുണ്ടാവാൻ പോണേ. ഈ വെള്ളം പോയിട്ട് എന്തോ വെള്ളച്ചാട്ടം ഗോർജിലേക്ക് പോകും. ഇതുപോലെ തന്നെ ഒരു ഗോർജ് സെറ്റപ്പ് നമുക്ക് ജർമ്മനിയിലും ഉണ്ട്. പാർട്ട്നക്ലാം എന്നാണ് അതിൻ്റെ പേര്. അത് ബവേറിയയിലാണ്. പക്ഷേ അവിടെ 2 മലയുടെ ഇടയ്ക്കിടെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ ആ മലകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ മലകൾ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലിയർ വാട്ടർ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഒച്ചയും നല്ല തണുപ്പും പിന്നെ കാറ്റും ഒക്കെ കൂടെ കൂടിയായിട്ട് ഇതിൽക്കിടെ നടന്ന സമയത്ത് ഈവൻതോ ഞാൻ കുട്ടീനെ എടുത്തുകൊണ്ടാണ് നടക്കണമെങ്കിൽ പോലും എനിക്ക് തീരെ ടയർഡായിട്ട് ഫീൽ ചെയ്തില്ല. ഇനിയും കുറേ നടക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് മതിയാവണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ നോട്ട്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗൂഗിൾ പിക്ചേഴ്സിലും വാൾപേപ്പറിലും കണ്ടുകൊണ്ടിരുന്ന പല ഫോട്ടോസാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ എവിടെയൊക്കെ വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും എല്ലാം പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിരുന്നു ഇവിടെ മൊത്തം. എന്തിനാണ് ഈ വഴി നടക്കാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് തന്നെയെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചു വെള്ളം മേളിൽ നിന്ന് എങ്ങാനും വീഴുമായിരിക്കും, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ വെള്ളമൊന്നും നമ്മുടെ മേത്തേക്ക് തട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് വീഴുന്ന രീതിയിലോ അല്ല അവിടെ ഒഴുകുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം ഇതിൻ്റെ ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മലകളുടെ അടിക്കട ആയിട്ട് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ മലകളുടെ കല്ലുകൾ കുറച്ച് ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ തലയിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ തല പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹെൽമെറ്റ് തന്നേക്കുന്നത്. അത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇതത്ര ബെനിഫിഷ്യൽ അല്ല, പക്ഷെ ലാസ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് യൂസ്ഫുൾ ആണ്. ഞാനും വിചാരിച്ചായിരുന്നു എന്താണ് ഒരു വലിയ ആൾക്കാർക്ക് മാത്രമേ ഹെൽമെറ്റ് കൊടുക്കണേ, കുഞ്ഞിന് ഹെൽമെറ്റ് തരാത്തതെന്ന്. കാരണം ഇൻ കേസ് വെള്ളം ചാടുവാണെങ്കിൽ അത് അവരുടെ തലയിലും വീഴുമല്ലോ. ഇവിടെ ചില ഏരിയസിൽ വെള്ളത്തിന് നല്ല ആഴമുണ്ട്, ചില സ്ഥലത്ത് തീരെ ആഴക്കുറവും കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, അത് അലൗഡും അല്ല. ഈ ഒരു സ്ഥലത്ത് പേഴ്സണലി വന്ന് ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ഏരിയയുടെ ഉള്ള എൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് സൂപ്പർ ഫാസ്റ്റാക്കി ഇടാൻ വേണ്ടി പോവാണ്. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അത്ര കിട്ടണമെന്നില്ല, പക്ഷേ നേരിട്ട് കണ്ട ഞങ്ങൾക്ക് അത് തീരരുത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഇതാണ് വിൻഗാർ ഗോർജിൻ്റെ ലാസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. ഈ ചെറിയ വാട്ടർഫോളും പിന്നെ ആ പാലമാണ് ഇവിടുത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ സ്പോട്ട് എന്ന് പറയുന്നത്. ഹലോ ഗൈസ്,
നമ്മളിപ്പോൾ ആ ഗോർജിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. നിയർലി വൺ അവർ ഉണ്ടായിരുന്നു ആ ട്രക്ക് മൊത്തം. ഇത് ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ സ്ഥലം വിചാരിച്ചുകൊണ്ട് അന്ന് ഹെൽമെറ്റൊക്കെ തിരിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞു തിരിച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ എത്തണമെങ്കിൽ, പാർക്കിങ്ങിൻ്റെ ഷട്ടിൽ ബസ്സിൻ്റെ അവിടെ എത്തണമെങ്കിൽ 4 കിലോമീറ്റർ മലയുടെ ചുറ്റി നടക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3 കിലോമീറ്റർ മല കയറി നടക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മല ചുറ്റി 4 കിലോമീറ്റർ ട്രക്കാൻ പോവാണ്. ഹലോ, 1 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞു. ഹലോ ഗേസ്, അപ്പോൾ നിങ്ങൾ സ്ലോവേനിയയിൽ വെൻകാർ കോർസ് കാണാൻ വേണ്ടി വരുവാണെങ്കിൽ എങ്ങനെ ഒരു സാധനം അതിൻ്റെ പുറകെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. കാരണം ഇത് ലെവലുള്ള റോഡെന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു കേട്ടതാ. നല്ല കയറ്റി കയറിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് ശരി, നന്നായിട്ട് അനങ്ങും. റെസ്പെക്ട് ചെയ്തുകൊണ്ട് വന്നേച്ചാൽ മതി. നല്ല ഷൂവും അതുപോലെ തന്നെ അത്യാവശ്യം വെള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും. നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാത്ത ഒരു ഹൈക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു ഇത്. പക്ഷേ കുട്ടീനെയും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻഡുറൻസിനെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുട്ടീനെയും വെച്ചിട്ട്, അതായത് 5 മാസമുള്ളൊരു കുട്ടീനെയും വെച്ചിട്ട് ഇത്രയും ഹൈക്ക് ചെയ്യാൻ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെമ്മരിയാടികളൊക്കെ നിൽക്കുന്നുണ്ട്. ആ കാണുന്നുണ്ടോ? അതാണ് നമ്മൾ ആദ്യം പോയ ബ്ലഡ് ക്യാസ്. അതിൻ്റെ അപ്പുറത്താണ് ലേക്ക് ബ്ലഡ് വരുന്നത്. നമ്മളിപ്പോൾ ഇപ്പുറത്തൊരു മലയില. പക്ഷെ അടിപൊളി വ്യൂ ആണ്. താഴത്തേക്ക് വെക്കുമ്പോൾ നല്ല രസമുണ്ടാണ്. ഈ ഹൈക്ക് മൊത്തം 6 കിലോമീറ്റർ ആയിരുന്നു. 4 മണിക്കൂറും കൊണ്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തത്. ഇവിടെ പല സ്ഥലങ്ങളിലും ഈ പശുവിനും അതുപോലെ തന്നെ കുതിരയും കൊടുക്കാനുള്ള പുല്ലുകൾ നമ്മളിങ്ങനെ റോളാക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് റാപ്പ് ചെയ്യണത്, അതായത് നെക്സ്റ്റ് ഇയറിലേക്കും പിന്നീട് ഒരു സിറ്റുവേഷനിലേക്ക് എങ്ങനെയാണ് റാപ്പ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഇതിങ്ങനെ ഈ വണ്ടി വെച്ചിട്ടാണ് ഇത് റാപ്പ് ചെയ്യണത്. ഞാൻ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. നമ്മുടെ 4 മണിക്കൂർ ഹൈക്ക് അങ്ങനെ ഏകദേശം തീരാറായി. അത്യാവശ്യം നല്ല എലിവേഷനുള്ള കയറ്റങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങളും ഒക്കെ വഴിയാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തത്. അത് ഒരു 5 മാസം പ്രായമായിട്ടുള്ള ഒരു കൊച്ചിനെയും വെച്ചിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലുപരിയായിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണെങ്കിൽ, അതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ കുട്ടീനെ അധികം നേരം എടുക്കും, അല്ലെങ്കിൽ എങ്ങോട്ടേലും പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ കുട്ടീനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കും എന്നുള്ളത് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഹൈക്കിൽ മേജർ ടൈമും അവളെ ഞാനായിരുന്നു ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവളുടെ ബാഗ് അവളെക്കാളും ഹെവിയാണ്. അപ്പോൾ ആ ബാഗ് ജോബിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവളെ എടുത്ത് ഇത്രയും ഒരു ഹൈക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ ഒരു പ്രൗഡ് മൊമെൻറ്റും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടുത്തെ ട്രക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ നമുക്ക് അവിടുത്തെ ലാസ്റ്റ് കണക്ഷൻ ഷട്ടിൽ ബസ് കിട്ടി. അപ്പോൾ ബസ് കൊണ്ട് നമ്മൾ അവിടെ പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ വന്നു. നമ്മൾ വണ്ടി എടുത്തു. പിന്നെ നമ്മൾ നേരെ ലുബ്ലിയാന അങ്ങോട്ടേക്ക് പോവുകയാണ്, ക്യാപിറ്റൽ സിറ്റി ഓഫ് സ്ലൊവേനിയ. അവിടെ പോയിട്ട് നമുക്കൊരു ട്രഡീഷണൽ സ്ലൊവേനിയൻ ഡിന്നർ കഴിക്കാം എന്നാണ് ആലോചിക്കണേ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് മറ്റേ ലുബ്ലിയാന ഗ്യാസിൽ. അതും കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയുടെ അടുത്തേക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി 1 hour ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ അങ്ങോട്ടേക്ക്, ലുബ്ലിയാനയിലേക്ക് 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അഗൈൻ 1 hour ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്ക്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ട് പോകാമല്ലോ, ആ രീതിയിലാണ് പ്ലാൻ ചെയ്യണത്. ലുബി വണ്ടി ഇരിക്കുകയാണ്, ഞാൻ ബാക്കിലാണ്. ഞാൻ കൊച്ചിൻ്റെ ഒപ്പം ഇരിക്കുകയാണ്, അവളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കും. ഞാൻ ഡിന്നറിൻ്റെ വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സ്റ്റേയിലേക്ക് പോകുമല്ലോ. പിന്നെ അപ്പോൾ അതോടുകൂടി ഞാൻ ഈ വീഡിയോ നിർത്തുമായിരിക്കും. ബിക്കോസ് കുറേ കാര്യങ്ങളായില്ല, ഇന്ന് കുറേ കാര്യങ്ങൾ സംഭവിച്ചു, അതുകൊണ്ട് നിർത്തുമായിരിക്കും. ഇതാണ് ലുബ്ലിയാന കാസിൽ. ലുബ്ലിയാന എന്ന് പറഞ്ഞാൽ സ്ലൊവേനിയയുടെ ക്യാപിറ്റലാണ്. ഈ കാസിലേക്ക് വരാൻ വേണ്ടിയിട്ട് വണ്ടി ഇടാനായിട്ട് ഏറ്റവും താഴെയും പാർക്കിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഒരു മലയുടെ മേളിലാണ് ഈ കാസിൽ വരുന്നത്. ഈ മലയുടെ ഏകദേശം നടുക്കായിട്ടും ഒരു പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കാസിലിൻ്റെ നേരെ താഴെ, അതായത് നേരെ കാസിൽ എൻട്രി ചെയ്യുമ്പോൾ അവിടെ തന്നെയായിട്ടും ഒരു പാർക്കിംഗ് ലൊക്കേഷൻ ഉണ്ട്. ഒരു ഭയങ്കര ഹിസ്റ്റോറിക് ഇതായിട്ടുള്ളൊരു കാസിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ എൻ്റയർ ലുബ്ലിയാന സിറ്റി ഫുള്ള് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സൺസെറ്റും സൺറൈസും ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു നല്ല സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് കാണുന്നുണ്ടെങ്കിൽ ലുബ്ലിയാന കാസിലേക്ക് വന്നേച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല.
ഇതാണ് ലുബ്ലിയാന സിറ്റി സെൻറ്റർ. ലുബ്ലിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൊവേനിയയുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ ലാർജസ്റ്റ് സിറ്റിയും കൂടെയാണ്. ഇവിടെ കാണുന്ന ലുബ്ലിയാന റിവറാണ്. ഈ റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പർട്ടിക്കുലർ സിറ്റിയുടെ ഓൾഡ് ടൗണിനെയും അതുപോലെ തന്നെ കൺസ്യൂമർ ഹബിനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു റിവറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ബ്രിഡ്ജസ് ഉണ്ട്. അതിൽ ഒരു ബ്രിഡ്ജിൻ്റെ എൻട്രൻസിലായിട്ട് നമുക്കൊരു ഡ്രാഗണിനെ കാണാൻ പറ്റും. സ്ലൊവേനിയ എന്നറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഡ്രാഗൺസ് എന്നാണ്. അതായത് ഡ്രാഗണാണ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ഇവിടെ നല്ല ഒരു നൈറ്റ് ആംബിയൻസ് ഉണ്ടായിരുന്നു. കാരണം ഒരു സൈഡ് ഫുൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മ്യൂസിയംസും അങ്ങനെയുള്ള ബിൽഡിങ്സും ആയിരുന്നു. മറ്റേ സൈഡ് ഫുള്ള് കുറേ പാർട്ടി ഏരിയ പോലെയും അതുപോലെ തന്നെ കുറേ കടകളും കുറേ യങ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് വൈബ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലം പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അവിടുത്തെ തന്നെ ഒരു വെരി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ലൊവേനിയൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയത്. അവിടുത്തെ മാർക്കറ്റൊക്കെ ആ സമയത്തായപ്പോഴത്തേക്കും ലേറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. കാം ആൻഡ് പീസ്ഫുൾ ആയിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു തീമിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതൊരു അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു റെസ്റ്റോറൻറ്റും കൂടെ ആയിരുന്നു. ഞങ്ങൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ അകത്ത് മീറ്റിൻ്റെ സോസേജും അതുപോലെ തന്നെ ബ്ലഡ് പുഡിങ്ങും സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ എൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ബാക്കിയൊന്ന് ഫുഡ് ഞങ്ങൾ ടേക്ക് അവേ എടുക്കുകയാണ് ചെയ്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സ്റ്റേയിലേക്ക് പോയി. ഒരു ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. Booking.comലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഭയങ്കര വലിയ ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുവാണ്. ഇനി അടുത്ത ലൊക്കേഷനിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. ഞാൻ പോകുന്നു. ബൈ.